നമസ്കാരം. പിണറായി സർക്കാരിനെതിരെ കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ തലക്കെട്ട് ഞങ്ങൾ ഇതിനകം പല തവണ നിങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഹൈക്കോടതി സർക്കാരിനെ എടുത്തിട്ട് കുടഞ്ഞു. സർക്കാരിന് തിരിച്ചടി, ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി, ഇങ്ങനെയുള്ള തലക്കെട്ടുകൾ. അതായത് രൂക്ഷ വിമർശനം, തിരിച്ചടി, എടുത്തിട്ട് കുടഞ്ഞു സർക്കാരിനെ എന്നൊക്കെ പറഞ്ഞ് ഈ സർക്കാരിനെതിരെ ഹൈക്കോടതി എടുത്തിട്ടുള്ള പല ഉത്തരവുകളും നിർദ്ദേശങ്ങളും വാക്കാൽ പരാമർശങ്ങളുമൊക്കെ വൻ വാർത്തകളായിട്ടുണ്ട്. പല തവണ ഈ അടുത്ത കാലത്ത് പോലും ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തു പ്രയോജനം? ആർക്ക് പ്രയോജനം? ഇതൊക്കെ ഞങ്ങൾക്ക് വാർത്തയാക്കാം എന്നല്ലാതെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലെ രൂക്ഷമായ വിമർശനം ഈ ഹൈക്കോടതി നടത്തുന്നത്, അവർക്ക് ഇത് യാതൊരു ഉളുപ്പുമില്ലാതെ അവർ അത് കേട്ടു നിൽക്കുന്നു, മിണ്ടാതെ പോകുന്നു എന്നതാണ്. അതായത് ഈ നമ്മൾ ഒരു സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്പോ ബധിരനായ ഒരാളിൻ്റെ മുന്നിൽ ശംഖ് വിളിക്കുമ്പോൾ അദ്ദേഹം പറയും കുടിച്ചിട്ട് പകുതി എനിക്കും കൂടെ താ എന്ന് വെച്ചാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. കാരണം ശംഖിൻ്റെ ശബ്ദം, ആ മനോഹരമായ ശബ്ദം, ശംഖ് എന്താണോ ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, അതിൻ്റെ ആ നാദ ലയം എന്നത് ആർക്കാണ്? ആ ദേവനാദം എന്നത് ഈ പാവം നമ്മുടെ ബധിരന്, കാരണം അദ്ദേഹം ബധിരനായിപ്പോ നമ്മൾ അദ്ദേഹത്തിനെ കളിയാക്കുന്നതല്ല, പക്ഷേ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അതാണ് അവസ്ഥ, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലുള്ള വെറും ബധിര കർണങ്ങളാണ് ഈ PVയും PVയിസ്റ്റുകളുടെയും ഉള്ളിൽ കിടക്കുന്നത്. അവിടെ ഈ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളും ഈ രൂക്ഷ വിമർശനങ്ങളൊന്നും അവരുടെ ചെവിയിലെത്തുന്നില്ല. ചെവിയിലെത്തിയാൽ തന്നെ അതൊന്നും അവർ അനുസരിക്കാനോ അതല്ലെങ്കിൽ അത് വലിയൊരു വിഷയമാറ്റെടുക്കാനോ ഒന്നുമില്ലെങ്കിലും അല്പമെങ്കിലും തൊലിക്കട്ടിയും ഉളുപ്പും ആണത്വവും പൗരത്വവും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ മുഖത്ത് നോക്കി അധികാരപ്പെട്ട ഒരാൾ വിമർശിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചൂളിപ്പോകും. നമ്മൾ സാധാരണ പറയും മഞ്ഞടിച്ചു പോകും, മഞ്ഞളിച്ചു പോകും, കിളി പോകും എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായിസ്റ്റുകളായ ഈ മന്ത്രിസഭ നയിക്കുന്നവർക്കും അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇതിനകം തന്നെ എണ്ണി പറഞ്ഞാൽ നിരവധി പരാമർശങ്ങളാണ് ഈ ഗവൺമെന്റിനെതിരായിട്ട് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായത്. ഇപ്പോഴിത് അവസാനമായിട്ടും ഈ ഒരു ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് ആഘോഷങ്ങൾ നടത്താൻ പൈസയുണ്ടല്ലോ, നിങ്ങൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആഘോഷങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? ഖജനാവിൽ കാശില്ല എന്നാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുമ്പോൾ സാധാരണ പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുക്കാത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ് ഖജനാവിൽ കാശില്ല എന്ന്. ശരി, നിങ്ങൾ ഖജനാവിൽ കാശില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും മുടക്കം വരുത്തുന്നുണ്ടോ? നിങ്ങളുടെ ധൂർത്തിന്, നിങ്ങളുടെ ആഘോഷ പരിപാടികൾക്ക്, നിങ്ങളുടെ യാത്രയ്ക്ക്, നിങ്ങളുടെ വിദേശ യാത്രയ്ക്ക്, നിങ്ങളുടെ രാജകീയ യാത്രയ്ക്ക്, ഇതിനെല്ലാം നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ടോ? നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം, നിങ്ങളുടെ ആഘോഷങ്ങൾക്കും നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കും നിങ്ങളുടെ രാജകീയ യാത്രയ്ക്കുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ പണമുണ്ട്. എന്നാൽ പാവപ്പെട്ടവന് ഒരു മാസം 1600 രൂപ വിധവാ പെൻഷൻ കൊടുക്കാനും ക്ഷേമപ്പെടുക്കാനും നിങ്ങളുടെ കയ്യിൽ കാശില്ല. എന്താണ് നിങ്ങൾ പറയുന്നത് എന്നാണ് ഹൈക്കോടതി ഇത്രയും രൂക്ഷമായി ചോദിച്ചത്. നോക്കണേ, എന്നിട്ടും ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉളുപ്പില്ല എന്നതാണ് സത്യം. എങ്ങനെ ഒരു നിഷ്ക്രിയമായ ഒരു തരം ഇതിനെല്ലാം വളരെ നിസ്സാരമായി കാണുന്ന ഒരു സർക്കാർ, ഒരു ജനാധിപത്യ സർക്കാർ, കോടതി പറയുന്ന വിമർശനങ്ങളും കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല, അതൊന്നും ഞങ്ങൾ കേൾക്കേണ്ടവരല്ല എന്ന് പറയുന്ന ഒരു സർക്കാർ ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ എന്ത് കഷ്ടമാണ്. മറിയക്കുട്ടി, നമ്മുടെ അടിമാലി സ്വദേശിയായ മറിയക്കുട്ടി, എനിക്ക് പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. 5 മാസത്തെ പെൻഷനാണ് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞാണ് മറിയക്കുട്ടി ഹൈക്കോടതി കൊടുത്തത്. ആ ഹർജി പരിഗണിക്കുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പണം കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ കൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 3 മാസത്തെ ഭക്ഷണത്തിൻ്റെയും മരുന്നിൻ്റെയും ചെലവ് നിങ്ങൾ സർക്കാർ ഈ മറിയക്കുട്ടിയുടെ ഈ ചെലവെല്ലാം നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് കോടതി പറഞ്ഞത്. നിങ്ങളതിൽ ഖജനാവിൽ പൈസ ഇല്ലാന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ആഘോഷങ്ങൾ നടത്താൻ കാശുണ്ട്, എന്നാൽ മറിയക്കുട്ടി
മറിയക്കുട്ടി കൊടുക്കാനും മറിയക്കുട്ടിയെ പോലുള്ളവർക്ക് ആയിരങ്ങൾ കൊടുക്കാൻ കാശില്ല. ഇപ്പോൾ മറിയക്കുട്ടി ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കോടതി പറയുന്നു, നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാൻ കാശില്ലെങ്കിൽ നിങ്ങൾ മറിയക്കുട്ടിയുടെ 3 മാസത്തെ ഭക്ഷണത്തിൻ്റെയും മരുന്നിൻ്റെയും ചെലവ് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കേന്ദ്രം ഞങ്ങൾക്ക് കാശ് തരുന്നില്ല, ഏപ്രിൽ മുതൽ ഞങ്ങൾക്ക് കാശ് തരുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ കേന്ദ്രത്തോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും അഭിപ്രായം, കേരള സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ അറിയാൻ നാളെ കേസ് വീണ്ടും എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും ഇവർ കാശില്ല, തന്നില്ല എന്ന് കണക്കുകൾ മാത്രം പറഞ്ഞ് രക്ഷപ്പെടാനാണോ ശ്രമിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും പൊതുജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്ത, അവരോട് ഒരു കമ്മിറ്റ്മെന്റും കാണിക്കാത്ത, സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം യാത്രയ്ക്കും സ്വന്തം ദൂരത്തിനും സ്വന്തം സുഖ സൗകര്യങ്ങൾക്കും മാത്രം കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരു സർക്കാർ സത്യത്തിൽ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പറയാനും കഴിയുന്നില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ ഇദ്ദേഹത്തിന്റെ പിൻഗാമികൾ വീണ്ടും ഭരണത്തിൽ വന്നാൽ ഇതിൻ്റെ മറു ശക്തിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നും നമ്മൾ ഭയത്തോടെ കാണേണ്ടതുണ്ട്.